നമസ്കാരമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസമേ ഒരു റൈസ് ബർഗർ എന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു ഈ റൈസ് ബർഗർ എങ്ങനെയാണ്, എന്താ അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത്. അപ്പം ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടാലോ എന്ന് ചോദിച്ചു. അപ്പം നമുക്ക് ആ റൈസ് ബർഗർ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി. ഞാൻ ഉണ്ടാക്കണ വീഡിയോ ഞാൻ അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. നമുക്കൊരു ചിക്കൻ കുറച്ച് വേണം. നമുക്ക് ചിക്കൻ ലെഗ് ഇല്ലെങ്കിലും ചിക്കൻ്റെ മാംസം മതി കേട്ടോ. ചിക്കൻ വേണം. ഇതിലേക്ക് കുറച്ച് നമ്മൾ ബസ്മതി റൈസ്, പിന്നെ കുറച്ച് നമ്മുടെ എള്ള് അത് വേണം. കുറച്ച് മൈദപ്പൊടി നമുക്ക് വേണം, കാരണം അത് നമ്മുടെ ബർഗറിങ്ങനെ പൊതിയാൻ വേണം. പിന്നെ കുറച്ച് ക്യാപ്സിക്കം, ക്യാരറ്റ്, തക്കാളി, പിന്നെ ഓണിയൻ ലീഫും, പിന്നെ നമ്മുടെ കൊറിയാണ്ടർ ലീഫും. ഇതെല്ലാം കൂടെ നമുക്ക് കഷ്ണമായിട്ട് വെട്ടിയെടുക്കണം. അപ്പോൾ വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ, ആദ്യം നമുക്ക് ഈ റൈസ് നല്ല വേവിച്ചെടുത്തിട്ട് അതൊരു കുറച്ച് കുഴമ്പ് രൂപത്തിലായിരിക്കണം. അതും പിന്നെ ചിക്കനും ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഈ മൈദി നമുക്കൊന്ന് ഒരു ദോശ മാതിരി ആക്കിയെടുക്കണം. അപ്പോഴേക്കും നമുക്ക് ഈ ബർഗർ മാതിരി പൊതിയുണ്ട്. അതുകൊണ്ട് മൈദി നമുക്ക് ദോശ മാതിരി ആക്കിയിട്ട്, അപ്പോൾ നമ്മളെന്താ പറയുക വെച്ചാൽ ഈ റൈസും ചിക്കനും നമുക്ക് ഈ ടൊമാറ്റോൻ്റെ ഉള്ളിലത്തെ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതും കൂടെ ഇതിലിട്ടിട്ട് അതും ഇതിലിടുക. കുറച്ച് നമ്മുടെ ഇവിടെ ഇത് വെച്ചിട്ടില്ലേ, എന്താ പറയുക, ആ എള്ളും നമ്മൾ കുറച്ചിട്ടിട്ട് കുറച്ച് മതി, ഒരു പിഞ്ച് മതി കേട്ടോ. അതും കൂടി ഇട്ട് നല്ല പ്രഷർ കുക്കറിൽ വേവിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ റൈസിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് വേവിച്ചിട്ട് വരാം. ആ മൈദ നമ്മൾ നന്നായിട്ട് വെള്ളം കുറച്ച് ഓയിലും ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് കാട്ടണം, ഇനി പരത്തിയിട്ട് നമ്മൾ ആ മൈദമാവ് ഇങ്ങനെ ഇടണ്ടേ. ഓക്കെ, പറയാം. ഇനി ഫില്ല് ചെയ്യാം. ഇനി നമ്മളിത് ഫില്ലിംഗ് ആണ്. എങ്ങനെയാ വെച്ചാൽ ഇപ്പം ആ മൈദമാവ് എങ്ങനെ വെച്ചില്ലേ, ഇത് നമ്മൾ ആ റൈസ് വെവിച്ചെടുത്താണ്. അത് നമ്മളിങ്ങനെ വെച്ചതിൽ. ഓക്കെ, ഇനി ഇതിൽ നമ്മളുടെ ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെ എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഓരോ ലെയറായിട്ട് ഓരോന്നിട്ട് കൊടുക്കുകയാണേ. ആദ്യം നമ്മൾ കുറച്ച് ക്യാപ്സിക്കം ഇട്ടു. ക്യാപ്സിക്കത്തിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ, അതിൻ്റെ മുകളിൽ നമ്മൾ ആ വേവിച്ച് വെച്ച ചിക്കനില്ലേ, ആ ചിക്കൻ നമ്മൾ ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തു, അത് വെച്ചു. അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്യാരറ്റ് നമ്മളിങ്ങനെ അതേമാതിരി ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഓക്കെ. അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗാർണിഷ് മാതിരി സ്പ്രിംഗ് ഓണിയൻ, അതിൻ്റെ മുകളിൽ മല്ലിയില. ഇങ്ങനെയാണ് നമ്മുടെ റൈസ് ബർഗറിൻ്റെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നിട്ട് ഇതേമാതിരി ഒരെണ്ണം കൂടി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്യണം. റൈസാണ് അത്, നമ്മൾ ആ വേവിച്ച റൈസില്ലേ അത്. അപ്പം ഇങ്ങനെ ചെയ്ത് ഇനി നമ്മളിതിനെ കവർ ചെയ്യണം. ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇപ്പം തന്നെ ഇത് ഓൾമോസ്റ്റ് ഒരു ബർഗറിൻ്റെ രൂപമായിട്ടുണ്ട് കേട്ടോ. നമ്മളിത് എന്താ ബർഗറിൻ്റെ രൂപയില് നമ്മൾ ഈ അലുമിനിയം ഫോയിൽ തന്നെ വെച്ചിട്ട് അങ്ങോട്ട് ചുട്ടെടുക്കുക. ഓക്കെ, നമുക്ക് നമ്മളിങ്ങനെ അത് ഫില്ല് ചെയ്ത് നമ്മളിങ്ങനെ ചുട്ടെടുത്തു. നമ്മളിങ്ങനെ രണ്ട് സൈഡിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണേ. ഇവിടെ ചൂടുണ്ടാവും, അതൊക്കെ ഒന്നും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. അതായത് ചുട്ടെടുക്കണം.
അപ്പോൾ നമ്മളുടെ റൈസ് ബർഗർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് അഴിച്ച് നോക്കാം അല്ലേ ഇത് എങ്ങനെയുണ്ട്. ഇത് അടിപൊളി, നമ്മുടെ റൈസ് ബർഗർ റെഡി. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം നമ്മളെ പ്ലേറ്റിലേക്ക് വെക്കാം. അതായത് നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ റൈസ് ബർഗർ റെഡി. ഇതാ ഇങ്ങനെ ഇരിക്കും കേട്ടോ റൈസ് ബർഗർ. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം അല്ലേ. ഓ നല്ല ചൂട്, നല്ല അടിപൊളി കേട്ടോ. നമ്മൾ ആ ഫില്ല് ചെയ്തൊക്കെ ശരിക്കും അറിയുന്നുണ്ട്. ഇതിന് കഴിച്ചു നോക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേമാതിരി ഇതൊന്നും ഉണ്ടാക്കി നോട്ട് അഭിപ്രായം പറയാം, കമൻറ്റ് ചെയ്യുക, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം. ഞാനിതൊരു കഷ്ണം കഴിച്ചു. ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. കട്ട് ചെയ്യാൻ കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് അങ്ങനെ കഴിക്കുന്നതായിരിക്കും നല്ലത്. നല്ല ചൂടുണ്ട്. അത് തോന്നുക അന്നത്തേക്കാൾ നന്നായിരുന്നു തോന്നും. നമ്മളിപ്പോൾ ഇതുണ്ടാക്കി അതിനൊക്കെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ബാച്ചിലേഴ്സൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് എവിടേക്കെങ്കിലും പോകുമ്പോഴോ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ടൂർ പോകുമ്പോഴോ അങ്ങനത്തെ ഒരെണ്ണം കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ചോറുമായി, ഇറച്ചിയുണ്ട്, നല്ല മാംസമുണ്ട്. അപ്പോൾ നമുക്ക് അത് കഴിക്കുമ്പോൾ വയറുമില്ല, ഒരു ബോട്ടിൽ വെള്ളമായി കഴിഞ്ഞാൽ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് വാച്ച് ചെയ്തിട്ട് കമൻറ്റ് പറയുക, ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.